പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട കേസിൽ അല്ലു അർജുനെ വീണ്ടും ചോദ്യം ചെയ്തു. 2 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങൾക്കും നടൻ കൃത്യമായ ഉത്തരം നൽകിയില്ല. നേരത്തെ പോലീസ് സംഘം പുറത്തുവിട്ട 10 മിനിറ്റ് വീഡിയോ അല്ലു അർജുനു മുന്നിലും പ്രദർശിപ്പിച്ചു. കെ ബി ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇതാദ്യമായിട്ടാണ് അല്ലു അർജുനെ ചോദ്യം ചെയ്യാനുള്ള അവസരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും ആ സമയത്ത് അല്ലു അർജുൻ അതിനോട് വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്തില്ല എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ആരോപണം. അല്ലു അർജുൻ ഒരു തരത്തിലും ഈ അന്വേഷണത്തോട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ലേ? ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല എന്നല്ല അതിന്റെ അർത്ഥം. പല കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി അല്ലു അർജുന്റെ ഭാഗത്ത് ഇല്ല എന്ന് വേണം ഇതിനെ പറയാൻ. പോലീസ് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതായത് റോഡ് ഷോ നടത്തിക്കൊണ്ട് തിയേറ്ററിലേക്ക് എത്തിയത് എന്തിനാണെന്ന് അല്ലു അർജുനോട് ചോദിച്ചു. പക്ഷെ താൻ റോഡ് ഷോ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സ്വകാര്യ സുരക്ഷാ സംഘം മർദ്ദിക്കുന്നത് സംബന്ധിച്ചും അദ്ദേഹം കണ്ടിരുന്നു, എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പോലീസ് ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു വാദം അല്ലു അർജുനുണ്ടായിരുന്നത് പിറ്റേ ദിവസമാണ്, ഈ അപകടം നടന്നതിന് പിറ്റേ ദിവസമാണ് ഈ യുവതി മരിച്ച വിവരം അറിഞ്ഞത് എന്നായിരുന്നു. പക്ഷേ അന്ന് തന്നെ ഈ വിവരം അറിയിച്ചതായി പോലീസ് ACP തന്നെ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്ത എന്നുള്ളത് ഈ സുരക്ഷാ ജീവനക്കാരനായിട്ടുള്ള ഒരാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് CCTV ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് ഹൈദരാബാദ് പോലീസ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഈ സുരക്ഷാ മാനേജറായിട്ടുള്ള ആന്റണി എന്നയാൾ വടി ഉപയോഗിച്ച് ആളുകളെ തല്ലുന്ന, തിയേറ്ററിനകത്ത് വെച്ച് തല്ലുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പക്കൽ ഉണ്ട്. ഏതായാലും ഇത് വൈകാതെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വടി ഉപയോഗിച്ച് തിയേറ്ററിനകത്ത് വെച്ച് തന്നെ, അതായത് ഒരു ഗ്രില്ലുണ്ട്, ആ ഗ്രില്ലിനകത്ത് വെച്ച് തന്നെ അടിക്കുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്, അത് അവിടെ കാണിക്കാമെന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം, സന്ധ്യ തിയേറ്ററിൽ അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയുന്നത്. അതായത് അന്ന് എന്താണോ സംഭവിച്ചത്, നടനെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും.